ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇരുട്ടത്തിക്കണ എന്താണെന്നറിയേ, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, കൊച്ചിയിൽ നിന്നും കേദാർനാഥ് എത്തി. ഇത് കേദാർനാഥ് ട്രക്കിങ് ആരംഭിക്കാൻ പോണ സ്ഥലത്താണ്. ഈ പാർക്കിംഗ് കൗണ്ടറിലാണ് ഞാനിപ്പോൾ നിൽക്കണത്. നമ്മുടെ വണ്ടി, ഞാൻ ടാക്സി വിളിച്ചാണ് വന്നത്. നമ്മുടെ ടാക്സി വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഈ രാത്രി, അതായത് ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. 7 മണിക്ക് ഞങ്ങൾ ട്രക്ക് ചെയ്ത് കയറാൻ വേണ്ടി പോണേണ്. കേദാർനാഥ് അമ്പലത്തിലേക്ക് ഞങ്ങൾ ട്രക്ക് ചെയ്ത് കയറാൻ വേണ്ടി പോണേണ്ട. ആ കാഴ്ചയായിരിക്കും കാണുന്നത്. 22 കിലോമീറ്ററോളം നടന്നാണ് നമുക്ക് കയറാനുള്ളത് കേദാർനാഥ് അമ്പലത്തിലേക്ക്. സോ അടിപൊളിയായിരിക്കും. ഞാൻ തെർമലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നുണ്ട് ഗൈസ്. രാത്രി നല്ല ക്രൗഡാണ്ടാ. കയറ്റി വിടുമെന്നറിയില്ല. പോലീസുകാരോട് ചോദിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂട്ടാ ഗൈസ്. എല്ലാവരും കയറി പോകണ്ടിട്ടാ, അതുകൊണ്ട് ഞങ്ങളും കയറി പോകണ്ട്. എന്നാലും രാത്രി എങ്ങനെയൊക്കെയാണ്, നമുക്ക് അവിടെ കിടക്കാൻ പറ്റുമോന്നൊന്നും അറിയില്ല. ജസ്റ്റ് നമുക്ക് പോയി നോക്കാം. രാത്രി ട്രാപ്പാണ്. ഓക്സിജൻ ലെവലൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നൊരു പിടുത്തമില്ല. നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണേണ്ടാ ഗൈസ്. ഇവിടെ നമ്മ നേർച്ചിട്ടാണ്ടാ നമ്മ തുടങ്ങണത്. ഇപ്പം നമ്മൾ നിൽക്കണത് സോൻ പ്രയാഗിലാണ്. അവിടെ നിന്ന് ഗൗരികുണ്ടിലേക്ക് ഷട്ടിൽ വെഹിക്കിൾ ഉണ്ട് ഇവിടെ. ഗൗരികുണ്ടിലേക്ക് ഒരു 4 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് നടക്കാൻ. അതിൽ 50 രൂപ പറയണത് മേടിക്കണത്. സോൻ പ്രയാഗിൽ നിന്ന് 5 കിലോമീറ്റർ ഗൗരികുണ്ടിലേക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഈ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ 5 കിലോമീറ്റർ നമുക്ക് താണ്ടാൻ പറ്റും 50 രൂപ കൊടുത്തിട്ടാ. ഇപ്പം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയണത്, നിങ്ങൾ ഇപ്പം കയറാതിരിക്കണതാണ് നല്ലത്. നല്ല മഴയും ഇതൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തണുപ്പ് താങ്ങാൻ പറ്റൂല. സോ ഇത്തിരി റിസ്ക് ആണെന്ന് പറഞ്ഞിട്ടാ. അതുകൊണ്ട് ഞങ്ങളൊന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാട്ടാ. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല തണുപ്പാണ് ഗൈസ്. ഗൗരികുണ്ടിലേക്ക് ഞങ്ങൾ ഷെയർ ടാക്സി എടുത്തിട്ടാ. ഒരാൾക്ക് 50 രൂപ. ഇനി കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലക്കാണ്. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാട്ടാ. ബാക്കി 3/4 മണിക്കൂർ പിടിച്ചിട്ടാ നമ്മ ഇവിടം വരെ എത്താൻ, ഗൗരികുണ്ട് വരെ എത്താൻ. ഇവിടെ താഴ്ത്ത് കുറേ വെള്ളത്തിൻ്റെ ഉണ്ട്. രാത്രി ആയതുകൊണ്ട് കാഴ്ചകളൊന്നും കാണാൻ പറ്റണില്ല. തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ കാഴ്ച കാണിച്ചു തരാട്ടാ. പോലീസുകാർ പറഞ്ഞാൽ 500 മീറ്റർ മേളിൽ റൂം ഉണ്ടാവുന്നുണ്ടാ. നമുക്ക് ആ റൂമിൻ്റെ അങ്ങോട്ട് ചെല്ലാം. കയറി പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി പോകട്ടാ. ഇതിൻ്റെ മേളിലോട്ടൊക്കെ നിറച്ച് ലൈറ്റാണ്ടാ. നമുക്ക് രാത്രി ആയതുകൊണ്ട് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അതൊക്കെ സർപ്രൈസാണ്. ഇവരെ സമ്മതിക്കണോട്ടാ. ഒരു മനുഷ്യനെ കയറ്റിക്കൊണ്ട് നടക്കും. എന്ത് ടീമാണല്ലേ ഗൈസ്. ഇവിടെ നിറച്ച് കടകളും ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെയാണ് റൂംസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ റൂം എടുക്കേണ്ടി വരും. കയറ്റി വിടൂലെന്നാ പറയണ എല്ലാവരും. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങണേട്ടാ പരിപാടിക്ക്. ഗൈസ്, ഇതിന്റെ ഏറ്റവും അറ്റത്ത് പോയി റൂം എടുക്കാനുള്ള പരിപാടി വേണ്ട. അപ്പൊ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയാതല്ലേ രാവിലെ എണീറ്റിട്ട്. കാശുള്ളവനെ ഇങ്ങനെ എടുത്തോണ്ട് പോവാട്ടാ. പൈസ കൊടുക്കണം. ചുമ്മാ ഒന്ന് കയറാൻ പറ്റുമോ നോക്കിട്ടാ. പക്ഷെ കയറാൻ പറ്റില്ല. എല്ലാവരെയും പോലീസുകാരെ ഓടിക്കണേട്ടാ. അല്ലെങ്കിൽ രാത്രി നമുക്ക് കയറി നൈസ് പൊളി വിളിക്കായിരുന്നു. ഇപ്പൊ എന്തായാലും തിരിച്ചു പോകേണ്ടി വരുംട്ടാ. ഒരു കാലിന് സുഖമില്ലാത്തൊരു ഓവർക്കൊഴുത പോകണ്ടേട്ടാ. പാവോട്ടാ. ഇപ്പൊ ക്ലോസ് ചെയ്താണ്. 5 മണിക്ക് കയറ്റി വിടുള്ളൂ. ഇവിടെ എന്ന് വെച്ചാൽ ഒരു നമ്മുടെ മുത്തിൻ്റെ അടുത്ത്, നേപ്പാളി മുത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. മച്ചാൻ കൊണ്ടുകൊണ്ട് ഒരു ഈ കുതിരയുടെ പുറകെ പോകാനാ പറയണത്. आपका नाम क्या है भाई? मेरा आकाश. किधर से घर? नेपाल काठमांडू. हाँ, ओके, नाइस. आप कैसे हो? मी फ्रॉम केरला. ചാണാനുണ്ട് ഗൈസ്, ചാണാൻ. നമുക്ക് രാവിലെ കയറി പോകാൻ പറ്റുള്ളൂ. രാത്രി കാഴ്ചകൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഗൈസ്. സോ നമുക്ക് നാളെ നല്ല ഫ്രഷ് ആയിട്ട് കിഡിലും പരിപാടി സെറ്റാക്കാം. ആ ജി സർ. ദിസ് വേ. ഓക്കെ. ഇതാണ്. ഇവിടേക്ക് വന്ന് അഡ്ജസ്റ്റ് ചെയ്തോളാം. 5 പേർക്ക് ഒരു റൂമാണ് സെറ്റാക്കണം. എത്ര രൂപയെന്ന് അറിയില്ല കേട്ടോ. ഒന്ന് ഡീലായിട്ട് ഗൈസ്. ഇതാണ്ട റൂം. യൂറോപ്യൻ ക്ലോസറ്റ് ഒന്നുമില്ല. മറ്റേ സാധനം 2 രൂപ പറയണം കേട്ടോ. പോകുന്ന വഴിയെല്ലാം ചാണാനിട്ടുകൊണ്ടാണ്ടാ പോകുന്നത്. കുതിരകൾ കോവർ കഴുതയാണത്. കോവർ കഴുത, അതായത് കുതിരയും കഴുതയും മിക്സ് ആയിട്ടുള്ള സാധനം. जीटी भाई लास्ट 1500 में डन करो बोल रहे यार. हाँ ओके ठीक है.
ഈ റൂം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിടന്നുറങ്ങി. ഇനി പുറത്തുപോയി ഫുഡ് അടിച്ച് നേരെ കയറുന്ന കാഴ്ചകളായിരിക്കോടാ. ഗൈസ് ഇതാണ്ട ചോറും പയറും, പിന്നെ വേറെ എന്തോ ഒരു കോളിഫ്ലവർ കറി വേണ്ട കഴിക്കണത് എല്ലാവരും. ഗൈസ് ഇപ്പം സമയം 4:35 നമ്മ ട്രക്കിങ് ആരംഭിച്ചിട്ടാ. അപ്പോൾ വെച്ചാൽ വരെ ഗുഡ് മോർണിംഗ് ടാ. നമ്മുടെ രാവിലെ 4:35 തന്നെ നമ്മളെ കയറ്റി വിട്ട് 4 മണി തൊട്ട് ഇവിടെ കയറ്റി വിടോട്ടാ. 7 മണി വരെ അലോഡുള്ളൂ രാത്രി. സോ 7 മണിക്ക് മുമ്പാണ് വന്നെന്നുണ്ടെങ്കിൽ നമ്മളെ കയറ്റി വിട്ടാൻ ഇന്നിപ്പോൾ രാവിലെ 4:35 ഞങ്ങൾ റൂമൊക്കെ എടുത്ത് കിടന്ന് ഇന്നത്തെ യാത്ര തുടങ്ങണേണ്ട ഗൈസ്. എന്തായാലും ഞാൻ ഫാരിഷ്, ടർബോ, ജയ്ബ്രോ, ബാക്കി ഞങ്ങൾ 4 കൂടി മേലിലോട്ട് കയറാൻ വേണ്ടി പോണേണ്ട. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്ത് കണ്ടോട്ടാ. പോകുന്ന വഴിയിലൊക്കെ ഇതേപോലെ ഉറവകളുണ്ട് കേട്ടോ. മൊത്തം ചാണകമാണ്. നേരെ നോക്കി നടന്നില്ലെങ്കിൽ തലയും കുത്തി താഴ്ത്ത് വീഴാനും ചാൻസ് ഉണ്ട്. ഗൈസ് ഇവിടെ മൈനസാണ്ടാ, ഒരു രക്ഷയില്ല. ഞാൻ കുറച്ച് കയറിയപ്പോൾ തന്നെ ഞാൻ കിതച്ച്. എൻ്റെ പൊന്നെ, ഏറ്റവും ടോപ്പിൽ 22 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെ അവസ്ഥ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടണടാ. ട്രാപ്പാകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് മേലിൽ കയറും, നമ്മ ഭഗവാനെ കാണും. ഗൈസ് അങ്ങനെ നടന്ന് നമ്മൾ വലിയൊരു ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടാ. ഇവിടെ നിന്നാണ് നമ്മുടെ ട്രക്കിങ് ആരംഭിക്കണേടാ. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നടന്ന് കയറാൻ പറ്റാത്തവർക്കായിട്ട് ഇങ്ങനൊരു സംവിധാനം കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, കയറുന്തോടും തണുപ്പ് കൂടിക്കൂടി തന്നെയുണ്ടാ. ഇവിടെ തന്നെ ഇപ്പം -1, അതായത് ഗൗരികുണ്ട്. പറഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ കുതിരപ്പുറത്ത് തന്നെ ഇറങ്ങേണ്ടി വരുമെന്ന് തോന്നാം. ഞാനിപ്പോൾ ഒരു സ്റ്റിക്ക് വേണ്ടി 50 രൂപ. മൊത്തം കോവർ കഴുതയുടെ ചാണകം ഉണ്ടാ. അതുകൊണ്ട് ഷൂസൊന്നും ഇല്ലാതെ ഈ ട്രക്കിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലടാ. പെട്ടും തീട്ടി കളിക്കണ ഷൂസ് ഇട്ടിട്ട് തന്നെ. ഞാൻ ഡെക്കാത്തലോണിൽ നിന്ന് മേടിച്ചാണ് ട്രക്കിങ് ഷൂസ്. അതിട്ടിട്ട് തന്നെ തീട്ടി കളിക്കണം. അപ്പോൾ സ്ലിപ്പറൊക്കെ ഇട്ട് വരുമ്പോൾ പെട്ടുപോടാ. ദൈവമേ, പൂരാപ്പൂരി ഇട്ടാള. യെസ്, നേപ്പാളി ഷേർപ്പാളാണ്ടാ ഇവരെ കൊണ്ടുപോകണത്. വേറെ ആർക്കും പോക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. അവർ ഈ മൗണ്ട് എവറസ്റ്റിലൊക്കെ ഓടിക്കറണ ടീമാണ്. ഞാൻ ഫുള്ള് തെർമലൊക്കെ ഇട്ടിരുന്നിട്ടാ. നല്ല തണുപ്പാണ് ഈ സാധനം. തെർമൽ മേടിച്ചോണ്ട് എനിക്ക് അത്ര തണുപ്പ് അറിയാനുള്ള. പിന്നെ ബ്രീത്തിങ് ചെറിയ പ്രോബ്ലം തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ചേരി ഇരിക്കട്ടെ, ഞാൻ പതുക്കെ പോകുള്ളൂ. ബാക്കി ആരെയും കാണാനില്ല. ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു കുതിരനെ കിട്ടിയാൽ കുതിരപ്പുറത്ത് കയറി പോകും. എൻ്റെ ചുറ്റും കാണുന്ന മലകളൊക്കെ എന്ത് കളറാണോ, മഞ്ഞുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. രാവിലെ ക്ലിയർ ആകുമ്പോൾ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ പോണ വഴിക്കൊന്നും കുഴപ്പമില്ല. അവിടെ ഒരു അടിപൊളി വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. നല്ല സ്ലിപ്പറൊക്കെ ഇട്ടുണ്ടോ എന്ന് കഴിഞ്ഞാൽ പെട്ടുപോട്ടാ. ഇതുണ്ട് ഇതേപോലെ വെള്ളച്ചാട്ടം മൊത്തം ഇതിലെ കൂടി ഒഴുകി താഴത്തേക്ക് പോണേ. അതിൻ്റെ ഇടയിൽ കുതിരയും കൂടി വരുമ്പോൾ നമ്മൾ പേടിച്ച് മാറും. അപ്പോൾ തീട്ടി വീഴും. അപ്പോൾ ട്രക്കിങ് നല്ല ഹാർഡായിട്ടുള്ള ട്രക്കിങ് കണ്ടാ. അയ്യോ, മൊത്തം ചാണകവും വെള്ളവും, ഇതിൻ്റെ ചാണകമില്ലേ, അതിൻ്റെ ചാണകവും വെള്ളവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്. അയ്യോ, ഷൂസ് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തണുത്ത് വിറച്ച് പോകേണ്ടി വരും. അയ്യോ, ടർബോനെ കണ്ടുപിട്ടിട്ടാ. ടർബോ ഞാൻ നോക്കിയപ്പോൾ ദിക്കോടെ കിടക്കുന്നുണ്ട്, ആരുമില്ല. ബാക്കി രണ്ടുപേരും എവിടെയെന്ന് അറിയില്ലട്ടാ. റേഞ്ചും ഇല്ല, ഒന്നുമില്ല. ആഹാ, എന്ത് മനോഹരം. മൊത്തം ചാണകം ഉണ്ടോ? കോവർ കഴുത ചാണകം. കിളി പോയിട്ടിരിക്കണേന്ന്. പകുതി വരെ ആയിട്ട് പോലുമില്ല. 2 ഇരിക്കണണ്ട. കയറി അങ്ങോട്ട് പോയാലോ. ശരി, ഞാൻ ഒരാളെ വിളിച്ചപ്പോൾ കിട്ടിയായിരുന്നിട്ടാ. അപ്പോൾ താമരശ്ശേരി ചുരം പോലത്തെ ഒരു ചുരം ഉണ്ടെന്ന് പറഞ്ഞ് കണ്ടിട്ട് എനിക്ക് തോന്നണം ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ചുരത്തിൻ്റെ മേളിലുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ മേളിലുണ്ട്. താഴേക്ക് നോക്കാൻ പറ്റില്ലടാ. കിട്ടില്ല കുഴക്കാണ്. നല്ല ആഴമുണ്ട്. മഴയത്തൊക്കെ കയറാനും പറ്റില്ല. ഇതാണ് അവന്മാർ പറഞ്ഞ താമരശ്ശേരി ചുരം എന്ന് തോന്നണ്ട. ഓരോ ഓവർക്കഴുതകളെയും ഇതേപോലത്തെ നന്മയുള്ള മനുഷ്യർ ഇട്ട് നരയിപ്പിക്കണോടാ. ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. എൻ്റെ പൊന്നെ, കുതിരയാണെങ്കിൽ ചാണാനിട്ട് മെഴുകി വെച്ചേക്കണം. അതിൻ്റെ മേളിൽ കൂടി മനുഷ്യരും. ഗൈസ് ഇതേപോലത്തെ കുഴികളൊക്കെ ഉണ്ട്. പെട്ടെന്ന് അതിലെ കൂടി കുതിര വന്നു കഴിയുമ്പോൾ ഇവന്മാർ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ കുതിര നമ്മുടെ അടുത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. നേരെ ആ കുഴി പോവും. കുഴി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 5000 അടിയുടെ ആഴ്ച ഉണ്ടെന്ന് തോന്നുന്നു. 3000 അടി ആഴ്ച ഉണ്ടാകും എന്തൊക്കെ വന്നാലും എന്ന് എനിക്ക് തോന്നുന്നു.
ഒരു രക്ഷയില്ലട്ടാ, കിട്ടൂല. വേണ്ട ഗൈസ്, റോഡിൻ്റെ നടുക്ക്, അത് ട്രക്കിംഗ് വേയുടെ നടുക്ക് തന്നെ ഇതേപോലെയൊക്കെ നിൽക്കും. നമ്മൾ അതിലേ കൂടിയൊക്കെ പേടിക്കാതെ വരണോട്ടാ. ഉണ്ടാ നിൽക്കണണ്ടാ, പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിയിലോട്ട് പോവും, ഇടിച്ചിട്ടാലും പോവും. എന്തായാലും പോകുന്ന കാര്യം ഉറപ്പാണ്, പെട്ടുപോകും. പൊന്ന് ഗൈസ് 3 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇപ്പം ഇതാണ്ടാ മേളിൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മേളിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് തന്നെ ഉണ്ടാവും കൊണ്ടുപോകണം, തക്കാളിയും മുട്ടയും എല്ലാം. ഗൈസ് അങ്ങ് ദൂരെ മലകളിൽ സ്നോ കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. 15 കിലോമീറ്റർ കേട്ടോ. ഫസ്റ്റ് സ്നോ നമ്മൾ കണ്ടു തുടങ്ങി. അയ്യോ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഗൈസ് ഇനി 13 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ അല്ലേ. എൻ്റെ പൊന്ന് ഗൈസ്, ദിസ് വാസ് അട്ടർ. എൻ്റെ പൊന്നെന്താ ഇതിനൊക്കെ പറയണ്ടത്. അൺസൈക്കബിൾ തണുപ്പും കഠിനമായ സ്ഥലവും വെള്ളച്ചാട്ടവും. മോനെ സീൻ തണുപ്പണ്ട, മൈനസാണ് സത്യത്തിൽ. ഇനി കയറുന്തോറും -3, -4, -5 പോകുന്നറിയില്ലട്ടാ. രാവിലെ ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ സമയം 6:05 കുതിരപ്പുറത്ത് കയറിയ ഷഡ് കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുതിര ഒഴിവാക്കി നടന്ന് തന്നെ നമ്മൾ എത്തണം കേട്ടോ. രക്ഷയില്ല. 4000 രൂപ പറയണത് 10 കിലോമീറ്റർ കവർ ചെയ്യാൻ. ഉള്ള സെറ്റ് പല റേറ്റ് ആണ്ടാ. നമ്മൾ വില വേശി എടുക്കണ പോലെ ഇരിക്കും. അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ചെറിയ വാട്ടർഫോൾസ് ഇതേപോലെ കാണാൻ പറ്റൂടാ. ഈ മതിലിൻ്റെ അപ്പുറം മഞ്ഞുമല കാണാൻ പറ്റൂടാ. നല്ല രീതിയിൽ കാണിച്ചു തരാടാ. കണ്ട എൻ്റെ പൊന്നെ, കിടിലം പണിയാണ്ട ഈ ട്രക്കിങ്. വിചാരിക്കണ പോലെ ഒന്നല്ല. ബോഡി ഫിറ്റ് ആദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. ഹെലികോപ്റ്റർ സർവീസൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ റേറ്റ് ഒന്നും എനിക്കറിയില്ല കൈസ്, ഞാൻ ചോദിച്ചിട്ട് പറയാട്ടാ. അങ്ങനെ ഇവരെ കണ്ടുപിടിച്ചിട്ടാ കൈസ്. ഇവിടെ ഇരുന്ന് മേഘി കഴിക്കണം. എൻ്റെ പരിപ്പളകി കൈസ്, പരിപ്പളകി വെട്ടം വന്ന് എൻ്റെ ഹെലികോപ്റ്റർ പറക്കുന്നുണ്ട്. കുറേ ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടോ അപ്പുറത്ത് കേട്ടാ. ഇനി അതിൻ്റെ നടുക്കാണ് നമ്മൾ എത്തണേ കേട്ടാ. 10-15 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയണത്. പ്രായമുള്ള അപ്പൂപ്പൻ കയറ്റിക്കൊണ്ട് പോകണ, പ്രായമുള്ള അമ്മൂമ്മേന. കാലൊക്കെ സൈസ് നോക്കി, കാലിൻ്റെ ഒക്കെ മസിലിരിക്കണോ. എല്ലാ ദിവസവും ഇത് തന്നെയാണ് പരിപാടി. സൂര്യൻ ഉദിച്ചിട്ടാ, നല്ല റിഫ്ലക്റ്റാണ്. മണ്ണിടിച്ചിൽ നടന്ന ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, എന്നെ നോക്കണ്ടടാ, ഞാൻ ചത്തിരിക്കുകയാണ്. നടന്ന് വന്ന സ്ഥലം കണ്ട വേണ്ട, ഇച്ചൊക്കെ ചാണകം ഉണ്ട, ചാണകം. വന്ന വഴി മൊത്തം ഇങ്ങനെയായിരുന്നു സീൻ. ഏതോ വയറ്റിളക്കം പിടിച്ച കുതിര പോയിട്ടൊന്നും വേണ്ട. ഈ വഴി കൂടി കുറച്ച് നീങ്ങിപ്പോവാ. കേദാർനാഥ് ട്രക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് 2 പേര് ഉറങ്ങി മല കയറുന്ന കാഴ്ച ഉണ്ട് കേട്ടാ. ഉറക്കോണ്, കുതിരത്ത് കിടന്ന് ഉറക്കോണ്. അവരെ ചുമന്ന് കയറ്റണേ. രക്ഷയില്ല, വയസ്സായവർക്കൊക്കെ ഇത് തന്നെ ഓപ്ഷനുള്ളൂ. കുതിരപ്പുറത്ത് കയറാൻ പറ്റില്ല, ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പരിപ്പ് 2 ഫോറിനേഴ്സിനെ കണ്ടിട്ടാ. വലിയ ബാഗ് ഇടണാണ് അവർ കയറണത്. 2 വടി ഉണ്ട് കേട്ടോ. പക്ഷേ ഇവരുടെ പുറകെ പോവാ കുറച്ചേരം. ചാണകം തുറക്കാൻ ഒരാളെ നിർത്തിയാണ്. അല്ലെങ്കിൽ പെട്ടുപോയേ, ചാണാത്തി ചവിട്ടി തലയും കുത്തി വീണ സീനാണ്. വേറൊരു രാവിലെ കണ്ട് മഞ്ഞ ഞാനിപ്പോ മഞ്ഞ ബൾബൂലെ കത്തിക്കണേ. പരിപ്പാണ്. എനിക്ക് സത്യം പറഞ്ഞ വ്ളോഗ് ചെയ്യാൻ പറ്റാനുള്ളടാ. ഞാൻ കടിച്ചു പിടിച്ച് ചെയ്യണത് വേണ്ട. വഴി നോക്കിയാ പോണ വഴി വേണ്ട, ഈ വഴി കൂടി പോണം അറ്റം വരെ. ദൈവമേ, മഞ്ഞുരുകി തന്നെ വെള്ളം ഉണ്ടാ കൈസ്.
ഗൈസ് ഇരുന്ന് പോകാനുള്ള സെറ്റപ്പ് ഉണ്ട്, കിടന്നു പോകാനുള്ള സെറ്റപ്പ് ഉണ്ട്. നമ ശിവായ. അയ്യോ മൂക്കിന്നൊക്കെ കണ്ടിട്ടാ തണുപ്പടിച്ചിട്ടേ ഒരു രക്ഷയിടാ. നല്ല തണുപ്പായി, ചില്ല് ചില്ല്. ഇവനെ സ്വതന്ത്രനാക്കി ഗൈസ്. കാലിലെ ചങ്ങല അഴിച്ചു വിട്ടിട്ടാ. ഓഹൈ ഓഹൈ. ഇവിടെ നമുക്കൊരു മെഡിക്കൽ റിലീഫ് ക്യാമ്പ് ഉണ്ട് കേട്ടോ. അതായത് എന്തെങ്കിലും ഇൻ കേസ് നിങ്ങൾക്ക് ശ്വാസം മുട്ടില്ല എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ ഈ കൗണ്ടറിൽ ചെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അതൊരു 7-8 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ റിലീഫ് ക്യാമ്പ്. ഞങ്ങൾക്ക് ഇനി ഒരു 10-12 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ ലാൻഡ് സ്ലൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട മലയില മഞ്ഞൊക്കെ ഉരുകി പോയിട്ടാ. അങ്ങ് ദൂരെ കണ്ട മലയില മഞ്ഞൊക്കെ വെയിലടിച്ചപ്പോൾ ഉരുകിപ്പോയി. ആണോ നമുക്ക് കേദാർനാഥും പിടിയുണ്ട്. ഇതേപോലെ ഇടക്കിടക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്തെങ്കിലും വയറിന് സീൻ കിട്ടിയാലും നമുക്ക് അവിടെ പോവാം. അങ്ങ് ദൂരെ നമ്മൾ പോകേണ്ട സ്ഥലം കാണുന്നുണ്ട്, പക്ഷേ എങ്ങനെ നോക്കിയാലും 10 കിലോമീറ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ കേദാർനാഥ് ടെമ്പിളിലേക്ക് 10.5 കിലോമീറ്റർ ഇട്ടാ. ഇവൻ്റെ ഒരു തൊഴി കിട്ടിയാൽ മതി, ഞാൻ തെറിച്ചപ്പുറത്ത് പോകും. ചാണാനിടരുത്. ഒരു അടിപൊളി സ്ഥലം എത്തിയിട്ടാ. ഓ അതിന്റെ മേളിൽ കൂടി ഹെലികോപ്റ്റർ പോണു. ജയ് ശ്രീ കേദാർനാഥ്. ഓം നമ ശിവായ. ചായ 1, 2, 4 നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. ഇപ്പൊ ചായ ഒരു മച്ചാനെ കിട്ടിയിട്ടാ. നടന്ന് ക്ഷീണിച്ചപ്പോ കമ്പനി അടിച്ചിരിക്കണേ. എനിക്ക് കുറേ മേളിൽ കയറുമ്പോ ഭ്രാന്തായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഷൈബി യാത്ര പറയുമ്പോൾ കുട്ടൻ്റെ അടുത്ത് ഇനി കാണൂലാണ്. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണത്. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഏയ് ബ്രോ, അടുത്ത സൂപ്പർ ഫാസ്റ്റ് കയറി പോയല്ലോ. നൈസ് ഗൈസ്, വി ക്യാൻ സീ ദ സ്നോ. യെസ്. ആർക്കും മലയാളം അറിയില്ല. സാധനം കയ്യിലുണ്ടോ? ഗോളിയല്ല, സാധനം കയ്യിലുണ്ടോ? കണ്ട മോനെ, വാട്ട് എ വ്യൂ. പിന്നെ ഇവിടെ വരുമ്പോൾ മസ്റ്റ് ആയിട്ടില്ല നിങ്ങൾ റെയിൻകോട്ട് മേടിക്കണോടാ. ഞങ്ങൾ മേടിച്ചിട്ടില്ല, മഴക്കാരില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ മഴയുടെ കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വേണ്ട, റെയിൻ ഷെൽട്ടർ 5 കിലോമീറ്റർ ഇടവിട്ടൊക്കെ ഉള്ളൂ. മഴയും കൊണ്ട് നടക്കേണ്ടി വരും. സോ എല്ലാ കടകളിലും 100 രൂപ കൊടുത്താൽ മറ്റേ റെയിൻകോട്ട് കിട്ടും. അത് മേടിച്ച് ഇട്ട് മഴ കൊള്ളാതെ കയറാ. ഓം നമ ശിവായ. എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. എത്ര മലകൾ ഞാനിപ്പോൾ കയറിയെന്നറിയോ? 4 മണിക്ക് തുടങ്ങിയ യാത്ര 8 മണിയായി, എന്നിട്ടും എത്തിയിട്ടില്ല. ഇനിയും 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മോ. ഇവിടെയൊക്കെ നോക്കിയേ, എന്നാ ബ്യൂട്ടിയാന്ന് നോക്കിയേ. ഇതേ ഓടിപ്പോണ്, ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ടത്. അയ്യോ ഗൈസ്, ഞാനേ മണാലിയിൽ പോയപ്പോൾ സ്നോ കണ്ടിട്ടുണ്ട്, തൊട്ടടുത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തൊടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മേളിൽ കയറുമ്പോൾ എനിക്ക് സ്നോ ഒന്ന് തൊടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടാണ്. ഇപ്രാവശ്യമെങ്കിലും നടക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഏറ്റവും ടോപ്പിലാണ്. അതിനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോകണ വഴിക്ക് ബദ്രിനാഥ് ഒന്ന് ടച്ച് ചെയ്യാം. ബദ്രിനാഥിൽ ഏതെങ്കിലും മലയിൽ പിടഞ്ഞു കയറി ഞാൻ എന്തായാലും മഞ്ഞിത്തൊടും. ഇപ്പോൾ ഭാഗ്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയില്ല ഗൈസ്. എന്തായാലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും കുറച്ച് മഞ്ഞൊന്ന് തൊടാൻ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഈ കോവർ കഴുതകൾ ഇടങ്ങേറാണ്. ഇവർ യജമാനന്മാർ പിടിച്ച് വടി വെച്ച് ഇങ്ങനെ ഹൈ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ഈ സാധനം നമ്മുടെ അടുത്തേക്ക് പേടിച്ചിട്ട് നീങ്ങും. നമ്മൾ ഉപദ്രവിക്കാൻ നീങ്ങണല്ല അത്. പക്ഷെ നീങ്ങി കഴിയുമ്പോൾ നമ്മ ഈ കൊക്കയുടെ സൈഡിലാണെങ്കിലേ തേച്ചൊട്ടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മ തെറിച്ചപ്പുറത്തോട് പോകും. അതുകൊണ്ട് ഈ പാറയുള്ള സൈഡിൽ കൂടി നടക്കണോടാ നീങ്ങ വരുമ്പോൾ, അല്ലെങ്കിൽ പെടാപ്പാട് പെടും. അടിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൊന്നെ ഓർക്കാൻ തന്നെ പറ്റുള്ള. വേണ്ടാ സൈഡിലേക്ക് വെച്ച് കുതിരയൊക്കെ ഇവിടെ നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിലേ വേണ്ടാ, കുതിര ഇതിലേക്ക് കൂടി വരുമ്പോൾ കുതിരയുടെ ബാഗ് കൊണ്ടാൽ മതി, നമ്മൾ തെറിച്ചപ്പുറത്തോട്ട് പോകും.
ഈ സൈഡിലേക്ക് എത്തുമ്പോൾ ഈ സൈഡിൽ കൂടി ചേർന്ന് നടക്കണം, അല്ലെങ്കിൽ റിസ്ക് ആണ്ടാ. നോക്കാം. പിന്നെ ഇടക്കിടക്ക് സ്റ്റോപ്പ് ഉണ്ട് ഇടാ. നമുക്ക് എവിടെ വെച്ച് ടയർഡാണ് അവിടെ വെച്ച് കുതിരേനെ ഹയർ ചെയ്ത് പോകാൻ പറ്റൂടാ നമുക്ക്. കേട്ടാ എനിക്ക് തന്നെ കിട്ടിയണ്ട പണി. ഈ പാറ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. കേട്ടാ എക്സാമ്പിളാണ് ഇത്. എല്ലാം കൂടി എന്നെ ഇടിച്ചിപ്പോ അങ്ങോട്ട് ഇട്ടാണ്. ഇത് പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഇനി പോകാൻ പറ്റുള്ളൂ. ഞാൻ കിടക്കണേണ് വാർപ്പുറത്ത്. കണ്ടാ എന്റെ പൊന്നോ, റിസ്ക് എന്ന് പറഞ്ഞ മുട്ട റിസ്ക്. കുതിര പോയിട്ട് പോവാ. നോക്കിയേ താഴത്തോട്ട് പോയതാ. ഞാൻ പോവാൻ പോയതാ. ഞാൻ ഇവിടെ നിക്കണായിരുന്നു. ആ കുതിര വന്ന് ബ്ലോക്കായി കളഞ്ഞ. എന്റെ പൊന്നോ, ഇപ്പൊ ചത്താനെ. ഓവർ കഴുതയുടെ ചവിട്ടുകൊണ്ട് ചത്താണിപ്പ. കഴുതയുടെ ഡ്രൈവർമാർക്ക് ലൈസൻസ് ഇല്ല. അതായത് ഇവന്മാര് വെറുതെ പേടിപ്പിച്ചിട്ടേ വെറുതെ ഹൈ 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 എന്ന് പറയുമ്പോ സാധനം പേടിച്ചു. നമ്മൾ ഈ കൊക്കയുടെ സൈഡിലൊക്കെ ആണെങ്കിൽ നമ്മ നേരെ കൊക്കയിലേക്ക്. മരങ്ങോടന്മാരാണ് ഇവിടെ ഇരിക്കണത്. എല്ലാത്തിനും തലമണ്ടൊക്കെ നോക്കി കൊടുക്കണം. പാവം കഴുതകളായിട്ട് പീഡിപ്പിക്കണേ. താഴെ 20 രൂപക്ക് മേടിച്ച വെള്ളം മേലിലെത്തിയപ്പോൾ 60 രൂപ ഇതാ. അപ്പം വെള്ളയൊക്കെ ചമ്മന്നുകൊണ്ട് കയറാ, അല്ലെങ്കിൽ വെള്ളം കുടിച്ച് മുടിയോ. 1 രൂപ വെള്ളത്തിന് 80 രൂപ വരെ എത്തിവിടാം. ഇനി മേലിലോട്ട് കയറും തോറും എത്ര ആവും ദൈവത്തിനറിയാം. ഗൈസ് ഇവിടെ എത്തുമ്പോൾ 2 വഴിയായിട്ട് തിരിയും. അവിടെ നിന്ന് നമ്മൾ കയറി പോണതും ഇത് തിരിച്ചിറങ്ങി വരണ വഴിയാണ്ട. സോ ഇതിലേക്ക് കൂടി പോണം. ഓ മൈ ഗാഡ്, എനിക്ക് വയ്യാ മാറിക്കടാ. ഇവിടെ കാപ്പി 50 രൂപ, മാഗി 60 രൂപ. 5 രൂപയുടെ മാഗില്ലേ, 5 രൂപക്ക് മാഗി വാങ്ങും. രാവിലെ ഉച്ചക്കും വൈകിട്ടും കഴിക്കും. ആ സാധനം ഇവിടെ 60 രൂപ ഉണ്ടാ. ഇവിടെ ഉള്ളവർക്ക് കുളിക്കാനൊന്നും പറ്റില്ല. എങ്ങനെ കുളിക്കാന്? തണുത്ത് വെറുതെ മരവിച്ചിരിക്കണം. എൻ്റെ കൈയൊക്കെ പറഞ്ഞില്ലേ ഉണ്ടാ, ചുമന്നിരിക്കണണ്ട തണുത്തട്ടാ. ആടാ അപ്പിടല്ലടാ. ഷോ നല്ലോണം തിന്നോ, കട്ടപ്പണിയാണ്. ഓനെ ഇപ്പൊ ഇടല്ലേ, ഞാനൊന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ. ശരിക്കും ഇവിടേക്കേ വല്ല കയറ് വെച്ചെങ്കിലും കെട്ടിക്കളയണം. അതായത് മനുഷ്യന്മാർക്ക് നടക്കാനും മൃഗങ്ങൾക്ക് നടക്കാനും. ഇത് മനുഷ്യന്മാരും മൃഗങ്ങളും എല്ലാം കൂടി കയറിയിട്ടേ എൻ്റെ പൊന്നോ അവസ്ഥയാണ്. മൃഗങ്ങൾക്ക് പറഞ്ഞാലെങ്കിലും മനസ്സിലാവും. ചില മനുഷ്യന്മാരുണ്ട് വെറുതെ ക്രൂരന്മാരെ പോലെ ചവിട്ടി കൊക്കയിലേക്ക് ഇടാൻ തോന്നും നമുക്ക്. എൻ്റെ മുട്ടിന് പണി കിട്ടി തുടങ്ങി. 2019 എന്തോ ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഭാഗങ്ങളാണ് അതൊക്കെ. ഓക്കെ, ഓ അത്ര ഭീകരായിരിക്കും അല്ലേ. ഗൈസ് പോകുന്ന വഴിക്ക് കണ്ട ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വലിയ യൂട്യൂബറാണെന്ന് വിചാരിച്ച് എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ടർബോടെ പോയി കുളിക്കണ്ടതാ. ടർബോ 5000 സബ്സ്ക്രൈബറുള്ള യൂട്യൂബറാണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഇടക്കിടക്ക് ഗോഡ 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 എന്ന് പറഞ്ഞിട്ട് നടക്കണത് കുതിര വേണോ എന്നാണ്. സോ 1 മണിക്കൂറിന് 1000 രൂപ വെച്ചിട്ടാണ്ടാ ഇപ്പൊ ഞാൻ ചോദിച്ചോ പറയണത്. എത്ര മണിക്കൂറുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ ആദ്യമായിട്ട് തന്നെയല്ലേ. അപ്പൊ നമ്മ ആ കുതിരപ്പുറത്ത് കയറിയിട്ട് ഈ വഴി കൂടിയൊക്കെ കറക്കി 10 മണിക്കൂറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10000 രൂപ കൊടുക്കേണ്ടി വരും. നമുക്ക് കാലല്ലേ ഉള്ളത്, നടന്നു പോവാന്ന്. ആ നാരങ്ങളും ഉണ്ട് ഇവിടെ. നാരങ്ങ പാനിയെ കുടിച്ചിട്ട് പോയാലോ, പാലിച്ചു പോയാ അങ്ങോട്ട്. ഗായ്സ് ഫ്രണ്ടിലൊരു മല വെട്ടിച്ചെത്തി നിർത്തിയേക്കണ പോലത്തെ ഒരു കാഴ്ചയും കൂടി കണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കാണുക. അതെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മൾ കേദാർനാഥ് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, പാറകളെല്ലാം ചെത്തി പണ്ടറടൊക്കെ ചെയ്യണടാ. ഓക്കെ, സീനടാ. ഗായ്സ് എന്നെ പോലെ വേറൊരു യൂട്യൂബറിനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നു. പുള്ളിക്കാരൻ ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു. മില്യൺ കണക്കിന് സബ്സ്ക്രൈബറൊക്കെ ഉണ്ടെങ്കിൽ സീനായി പോട്ടാ. Only 5,000 subscriber. Hello. 5,000 subscriber from Kerala. വടി കൈമാറിയിരിക്കുന്നു. കുറച്ചേരം ജയ് ബ്രോ അടികുത്തി നടക്കട്ടെ.
3.5 മണിക്കൂറാ? എത്ര? 3.5 മണിക്കൂർ. ഓ മൈ ഗോഡ്, 3.5 മണിക്കൂറുണ്ടാ. ഇനി നമുക്ക് പോണോട്ടാ. ഷോ 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 ഷോ, ദൈവമേ എന്നെ പെട്ടെന്ന് എത്തിക്കണേ. ഗൈസ്, എൻ്റെ മുട്ടിന് ചെറിയ പണി കിട്ടി തുടങ്ങി. സോ മുട്ടിന് ഞാനില്ലേ ഒരു സാധനം വലിച്ച് കെട്ടിയിട്ടുണ്ട്, അതൊന്ന് അഴിച്ച് കെട്ടണം. ഈ പാറപ്പുറത്ത് കിടന്ന് ചെയ്യാം. വേറെ സ്ഥലമൊന്നുമില്ല, എല്ലായിടത്തും ചാണാനാണ്, ചാണാൻ. സ്ഥലത്തെത്തി, ഏതൊരു പാറപ്പുറത്തെത്തി. റോട്ടിൽ കൂടിയൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. റോഡല്ലട്ടാ, ട്രക്ക് ചെയ്ത് കയറാൻ. ഇവിടെ വണ്ടിയൊന്നും വരില്ലട്ടാ. ഇവിടെ പാറപ്പുറത്ത് കിടന്ന് കാലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കാലിൻ്റെ ഉള്ളിലേ ഞാനൊരു സാധനം വലിച്ച് കെട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ട്രക്ക് ചെയ്ത് വന്നപ്പോൾ ഇറങ്ങിപ്പോയി. ഞാൻ അതിൻ്റെ ഉള്ളിലൊരു പാൻറ്റും വലിച്ചിട്ടിട്ടുണ്ട്. തണുപ്പല്ലേ. അപ്പൊ അതെ സാധനം വലിച്ച് കെട്ടിയിടണടാ. ലെറ്റ്സ് ഗോ. ഇനിയുമുണ്ട് നമുക്ക് 8 കിലോമീറ്ററിനടുത്ത്. നല്ല വെള്ളച്ചാട്ടം ഉണ്ടോ, നല്ല ഒഴുക്കുണ്ട്. ഇതാ ഉരുൾപൊട്ടലില് ഉത്ഭവിച്ച വെള്ളച്ചാട്ടം ഉണ്ടോ. അടുത്ത മാസം ഈ സമയത്തൊക്കെ ഇവിടെയൊക്കെ നിറച്ച് മഞ്ഞായിരിക്കോട്ടോ. ഈ മാസം 29-ാം തീയതി വരെ ഉള്ളൂ ഈ അമ്പലം. പിന്നെ 6 മാസത്തേക്ക് അടച്ചിടും. ഇവിടെയൊക്കെ ഉരുൾപൊട്ടൽ വന്ന് എല്ലാം പോയതാണ്ടോ. ഇപ്പൊ ചെറിയൊരു താൽക്കാലിക പാലം പോലെ കെട്ടി അങ്ങനെയൊക്കെ സെറ്റപ്പ്. റിസ്ക്കാണ്, ഭയങ്കര റിസ്ക്കാണ് ഗൈസ്. ഇതേപോലെ കടകളുള്ളതുകൊണ്ട് നമുക്ക് ഇടക്കിടക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കൂട്ടാ. ഇവൻ അനുവാദം ഇല്ലാതെ എടുത്ത് കഴിക്കണ്ടാ, തെറിയാക്കാൻ ചാൻസ് ഉണ്ട്. ടർബോ, എന്താണത്? ഒരു പ്ലേറ്റ് ജിലേബി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. എത്ര രൂപയാണെന്ന് നമുക്ക് നോക്കാട്ടോ ഗൈസ്. ഇതും മേടിച്ചു, ജിലേബിയും മേടിച്ചു. ദിസ് കിത്തന റുപ്പി? 50, 100. ദിസ് 2. ഓക്കെ, 50 ട്ടാ. അതും മേടിച്ചിട്ടുണ്ട് ട്ടാ. ജിലേബി വരും. എല്ലാത്തിനും 50 ഇപ്പൊ കൈ കഴുകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഓസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പാത്രം കഴുകാനൊക്കെ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓ മൈ ഗോഡ്, തണുപ്പ് എന്ന് പറഞ്ഞോ. ഈ പോണ ആൾക്കാരൊക്കെ ഉണ്ടാ, അവരൊക്കെ ഹരിദ്വാറിൽ നിന്ന് നടന്നു തന്നെയാണ് ഇവിടം വരെ. എന്താളേ, ഇപ്പൊ തലേ കുത്തി വീണാനെ. ആരും കണ്ടില്ല ഗൈസ്. ഇറങ്ങാൻ നേരത്തെ എനിക്ക് മുട്ടിന് ചെറിയ സീൻ കിട്ടൂട്ടാ. അതേ ഏത് വലിയ മല കയറുമ്പോഴും എനിക്ക് എപ്പോഴും കിട്ടുന്ന പരിപാടിയാണ്. ഇനി പോണണ്ട ആ വഴി കൂടി നേരെ കയറി അറ്റത്ത് പോയി ആ മലയുടെ അപ്പുറത്താണ്. പക്ഷെ എൻ്റെ പൊന്നോ. ആടാ മോനെ, ടർബോ എന്താണ് ടർബോ? ഷൈബ് ടർബോ ചായ കടിച്ചാണ് തന്നെയാണ് കേട്ടാ. കാണിച്ചു കൊടുത്താ കടിച്ചിട്ടാണ്. എല്ലാരും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ ഗൈസ്. ഞാനിത് സൗണ്ട് കൂട്ടി പറഞ്ഞതാണ് കേട്ടോ. സൗണ്ട്, വാട്ടറിന്റെ സൗണ്ട് ഭയങ്കരമാണ്. അയ്യോ, ഇവിടെ മാറിക്ക, ചെറിയ ഷെയ്ക്കണ്ട്. ഇനി പുള്ളിനൊക്കെ സമ്മതിക്കണോടാ, നേപ്പാളിയാണ്. അതാണ് സംഭവം, മനസ്സിലാ? ഷേർപ്പ. നല്ല പ്രായമുണ്ട്, നല്ല പ്രായമുണ്ട്. കണ്ടാ ബാക്കിൽ ആരെ കയറ്റി ഇരുത്തിയേക്കണം നോക്കി. പൊന്നെ, ഇതെന്റെ തലയും കൊണ്ടേ പോളൂ. ടർബോടെ പോയി കാണിക്കാൻ നോക്കി. ടർബോ അവിടെ നോക്കുമ്പോഴും മഞ്ഞുമല കാണാൻ പറ്റണ്ടേട്ടാ. ആ പുക തന്നെ ഉണ്ടാകും. എന്താണെന്നറിയോ, ആ മഞ്ഞ് ചൂട് തട്ടുമ്പോ അതിന്റെ ആവിപ്പ് പോണേ. നമ്മ വട്ടവടെ പോയപ്പോഴും കണ്ടില്ലായിരുന്ന ആവിപ്പ് പോണത്? ആ സംഭവം തന്നെ. നമ്മ മേളിൽ കയറുമ്പോ നട്ടുച്ചാവും. അപ്പൊ എല്ലാം പോട്ടാ. കൊറേ പേര് ഇവിടെ ആ പാറ തള്ളി താഴ്ത്തിടാനാണോ നോക്കണേന്ന് അറിയില്ലട്ടാ. അവിടെ എന്തോ ചെയ്യണുണ്ട്. അവരുടെ കാല് സ്റ്റെപ്പ് നോക്കണണ്ട. കറക്റ്റ് ആ വൈബിലാണ് അങ്ങോട്ട് അറ്റം വരെ പോകും. ഇപ്പൊ ഇത്തിരിയും കൂടി നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റൂട്ടോ നമുക്ക് മലകളൊക്കെ. മഞ്ഞുമല
ഇവിടെ വെള്ളത്തിന് 60 60 റുപ്പീസ്. ഗൈസ് ഇനിയും 9 കിലോമീറ്റർ അടുത്തുണ്ട് കേട്ടോ. ഇരുന്നിരുന്ന് പയ്യെ പോവാം. 9:30 മണിയായിട്ടോ. എത്തുമ്പോൾ മിക്കവാറും ഉച്ചയാവുമെന്ന് എനിക്ക് തോന്നണം. ട്രാപ്പുണ്ടോ. ഇതിന് തയ്യാറെടുക്കണവർ ഫിസിക്കലി നല്ല രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് വരാൻ നോക്കട്ടാ. ഞാനൊരു വർക്കൗട്ടൊന്നുമില്ല, ഓടിപ്പിടിച്ച് പോകുന്ന പെട്ടുപോയി. ബാബാ ബാബാ ഒരു മച്ചാനടിച്ച് കിളി പറഞ്ഞ് ട്രാക്കൊക്കെ ഇട്ടുകൊണ്ട് അവന്റെ പുറകെ തുള്ളി തുള്ളി പോവാ. ഇവിടെ എത്തിയപ്പോ നല്ല രീതിയിൽ കാണാട്ടാ. കുറെ രാജാക്കന്മാരും ഉണ്ട് കേട്ടോ. എട്ട് കിലോമീറ്റർ കൂടിയിട്ടാ. ഈ പോകുന്ന വഴി കുറച്ച് കൺജസ്റ്റഡ് ആണ്ടാ. അവിടെ എന്തോ വർക്ക് അടക്കുന്നുണ്ട്. കർബോടെ തൊഴി കിട്ടാൻ വേണ്ടി പോയിട്ടുണ്ടാ. നിറച്ച് ചെളിയാണ്ടാ. നടക്കാനും പറ്റില്ല. തീട്ടിയൊക്കെ പോണേ. സ്ലിപ്പറൊക്കെ ഇട്ട് വന്നവരുടെയൊക്കെ എത്തി. ഇതേ സ്ലിപ്പർ അടക്കണ്ട പറഞ്ഞപ്പോൾ തന്നെ. ചിലവരൊക്കെ സ്ലിപ്പറൊക്കെ ഇട്ട് പെട്ടുപോയിട്ടുണ്ട്. അറിയില്ലാത്തവരാണേ. ട്രക്കിംഗ് ഷൂസ് മസ്റ്റാണ്ടാ. ഇതേപോലെ ഒരു കോലും കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കോലി ഒരു കാലാക്കി ഉപയോഗിക്കാം. പോ 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 ഓക്കെ. ഇതിന്റെ അത്ര ഒരു കുഞ്ഞാവ് കൊണ്ടിട്ടാ. ഒരു ഷോർട്ട് കട്ടാണ്. അതിലും പിടച്ച് കയറണം. നേരെയുള്ള വഴി പോയാൽ പോരെ. നമ്മ വന്ന വഴി കണ്ടിട്ടാണ് എൻ്റെ തല കറങ്ങണത്. നോക്കിയേ, ആ മലയെ കൂടി വന്ന് ഈ പാലം വഴി ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ മലയിലെത്തി. ഷോ സമ്മതിക്കണോട്ടാ ഗൈസ്. ആ ഷോർട്ട് കട്ട് വലിഞ്ഞേറിയല്ലോ ഒരാൾ നമ്മുടെ പാരിച്ചായിരുന്നിട്ടാ. ഏറ്റവും ടോപ്പിൽ പോയി കണ്ടാ. അവൻ അതിലേ കൂടി കയറി. ഗൈസ് ആപ്പിളും കൂടി മേടിച്ചിട്ടാ 50 രൂപ. വേറെ രക്ഷയില്ല. ഇങ്ങനെ പയ്യത്തി നിന്ന് കയറാം. എൻ്റെ അമ്മ ഇത്ര കയറി കഴിഞ്ഞപ്പോൾ മേളിലോട്ട് പിന്നെയും കണ്ടു കഴിഞ്ഞപ്പോൾ കിളി പോയി. നോക്കിയേ, ഷോ ഒരു രക്ഷയില്ല. ഇപ്പൊ നോക്കിയേ തൊട്ടടുത്തായിട്ടാ മഞ്ഞുമലയൊക്കെ. ഗൈസ് ഇനി 7 കിലോമീറ്റർ ഇട്ടാ. ചത്ത് മരവിച്ച് ഗൈസ്. എനിക്കിനി ഒന്നിനും വയ്യ. ടർബോ എന്താ സംഭവം എന്നറിയില്ലട്ടാ. അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് അടിക്കട്ടാ. നമ്മ ഉറുമ്പുകൾ പോണ പോലെയാണ് മനുഷ്യർ പോണത്. കണ്ടാ വലിയ വലിയ മലകള്, അതിൽ ഉറുമ്പുകൾ പോണ പോലെ മനുഷ്യർ പോണം. ആ അറ്റത്ത് നിന്നൊക്കെ തന്നെ കണ്ടാ. നമ്മ അവിടെ നിന്നാണ്ടാ വന്നത്. ഇവിടെ കുതിരക്ക് വെള്ളം കൊടുക്കണ്ടാ. ഇതാണ്ടാ കുതിരക്ക് വെള്ളം കുടിക്കണ സ്ഥലം ഉണ്ടാ. കണ്ട കുതിര വെള്ളം കുടിക്കണ. അപ്പുറത്തെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ അടുത്ത സെക്ഷൻ തുടങ്ങി. ഇനി അതിൻ്റെ മേളിലോട്ട് പോകണം. ഏറ്റവും ഒറ്റം കണ്ട അവിടെ. ഗൈസ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നേണ്ട. വലിയൊരു ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തായിരിക്കണം. അവിടെ നിന്ന് ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇനി കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പോവാം. എന്തായാലും പെട്ടെന്നൊന്നും കയറൽ നടക്കൂല. ആദ്യത്തെയും അവസാനത്തെയും യാത്രയാണ് എൻ്റെ നടന്ന് കയറണത്. ഇനി ഇവിടെ വന്നെയാണെങ്കിൽ ഞാൻ ഹെലികോപ്റ്ററിലേ വരുള്ളൂ, ഉറപ്പാണ്. ഓളാർ റെസ്റ്റിങ് കേട്ടാ. ഒരു രക്ഷയില്ല, ട്രാപ്പാണ്. ഇനി നല്ലോണം റെസ്റ്റ് ചെയ്തിട്ട് ഇന്നിവിടെ കിടന്നിട്ട് വയ്യൊക്കെ പോവുള്ളൂ. ഞങ്ങൾ ടാക്സിക്കാർ അവിടെ കിടക്കട്ടെ. ഒരു ചായയും ഒരു ബിസ്ക്കറ്റും പറഞ്ഞിട്ടാ. എനിക്ക് വയ്യ കഴിച്ച്. ഇനി 6 കിലോമീറ്റർ ഉണ്ട് മൊത്തം. അപ്പൊ 8 കേരള അവര് 3 മണിക്കൂറിൽ 10 കിലോമീറ്റർ കഴിഞ്ഞല്ലേ.
അടിപൊളി. ട്രാഫിക് ജാം ആയിട്ടാ, ട്രാഫിക് ജാം. ഗൈസ് ഇപ്പൊ നല്ല മഴ പെയ്തിട്ടാ. അയ്യോ ഒന്നും പറയണ്ട ഗൈസ്, പെട്ടുപോയി എന്നൊക്കെ പറയൂലേ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ആ സാധനം ഒരെണ്ണം മേടിക്കണ്ടായിരുന്നു. അത് മേടിക്കേണ്ടായിരുന്നു. ഞാൻ അടുത്ത കട നോക്കി പോയപ്പോ പിന്നെ അത് വിട്ടുപോയി. അപ്പൊ കടയിലൊന്നും കിട്ടല്ല. നല്ല തണുപ്പും നല്ല മഴയും കൊണ്ട് -2 ഞാൻ നടക്കണത്. ജയ്പ്രോ വേണ്ട വേണ്ട വേണ്ട. ഇല്ലാത്ത കുരിപ്പത്തരമൊക്കെ കാണിക്കണണ്ട. ഒരാവശ്യമില്ല. മര്യാദക്കുള്ള വഴിയുണ്ട്. ആണോ, ഇതാണ് മര്യാദക്കുള്ള വഴി. കണ്ണറി പിടിച്ചിട്ടാനേട്ടാ. ഓ ഇടിച്ചിട്ട് ഈ സൈഡ് പിടിച്ചില്ലെങ്കിലേ ഞാൻ കൊക്കയിലോട്ട് പോകും. ഇതൊക്കെ ഇറങ്ങണ കാര്യം ഓർത്തിട്ടാണ്. എൻ്റെ പൊന്നെ ഗൈസ്, അങ്ങനെ ബേസ് ക്യാമ്പാണെന്ന് എനിക്ക് തോന്നണേടാ. കുറേ ടെന്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ് ഒരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചിട്ടാ. കുതിരയൊക്കെ ആ വഴിയാവണത്. ഇതിലെ കൂടി കുതിര പോവില്ല, മനുഷ്യർ മാത്രം. ഏറ്റവും ടോപ്പിലെത്തും. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അവിടെ ചൂടുവെള്ളത്തിൽ കൈ കഴുകാൻ പറ്റും കേട്ടോ. ഒരു ബഡി മച്ചാമ്മ നോക്കി. ഞങ്ങളിവിടെ തന്നെ നിൽക്കണേട്ടാ. ഇപ്പൊ ആ 2 മലകൾക്കിടയിൽ കൂടി തൊട്ടടുത്ത് കൂടിയാണ് ഇപ്പൊ ഹെലികോപ്റ്റർ പറക്കണത്. നമ്മ താഴെ നിന്നപ്പോ എന്ത് ഉയരത്തിൽ പറക്കണ ഹെലികോപ്റ്റർ ആയിരുന്നു. തൊട്ടടുത്തായി. രാവിലെ 4 മണിക്ക് തുടങ്ങിയ ട്രക്കിങ് 1:41 ഇനി 3 കിലോമീറ്റർ. പൊന്ന് ഗൈസ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് കയറണം. എന്നാലേ ഞാൻ അനുഭവിച്ച വേദന നിങ്ങൾക്ക് മനസ്സിലാവണം. എന്റെ പൊന്നോ, എല്ലായിരുന്നു പോയി കണ്ട. രക്ഷയില്ല, സീനാ. കഴിഞ്ഞെന്ന് വിചാരിച്ച് കയറിയതാണ്ട ഗൈസ്. ഇതേപോലത്തെ 3 ബേസ് ക്യാമ്പും കൂടി ഉണ്ട്. പെട്ട് ഇനി ഏറ്റവും അറ്റത്തെത്താം. ദൈവം എപ്പോൾ എത്താൻ ഇവിടെ എത്തൂലടാ. അവിടെ സ്നോഫോൾ വന്നു ഉണ്ടാ. സ്നോഫോൾ രാത്രിയാകുമ്പോൾ ഇപ്പോൾ സ്നോഫോൾ ഉണ്ടാവും. നമ്മൾ മിക്കവാറും സ്റ്റേ ചെയ്യാനുണ്ട്. അവിടെ മിക്കവാറും സ്റ്റേ ചെയ്യേണ്ടി വരും. കാരണം ടയർഡാണ് എല്ലാവരും. അവിടേക്ക് ഇപ്പൊ സ്നോഫോൾ ആയിട്ട് നല്ല സ്നോ ആയിപ്പോ. നമ്മുടെ ജയ്ബ്രോക്ക് പെട്ടെന്ന് ഗ്യാസ് അടിച്ച് കയറി. ചെസ്റ്റിന് ചെറിയൊരു പെയിൻ വന്നു. ഇപ്പൊ എത്താറായിട്ടാ. ഞങ്ങൾ അവിടെ തന്നെ കുറേ നേരം അങ്ങനെ പോസ്റ്റ് അടിച്ച് നിന്നിട്ടാ. ഇപ്പൊ ഭാഗ്യത്തിന് ഇവിടെ ഒരു ഡോക്ടറുണ്ട്, ഗവൺമെന്റ് മെഡിക്കൽ റിലീഫ് പോസ്റ്റ്. അപ്പൊ അവിടെ കാണിക്കണേണ്ട. ഗ്യാസിന്റെ നമുക്ക് ഡോക്ടർ ഒരു മരുന്ന് തന്നിട്ടാ. എന്നിട്ട് അത് കഴിച്ചാൽ മതി, പ്രോബ്ലം ഒന്നുമില്ല. നടന്ന് കയറിയതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു. വേറെ സീനൊന്നുമില്ലെന്ന് പറയട്ടാ. അപ്പോൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് പയ്യെ കയറുള്ളൂ. എന്തായാലും 4:30 മണിക്ക് അമ്പലം അടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യണ്ട. ഇവിടെ നിന്ന് മരുന്നൊക്കെ ഫ്രീ ആയിരുന്നിട്ടാ. അതുകൊണ്ട് കുഴപ്പമില്ല, പേര് മാത്രമേ എഴുതിയെടുത്തുള്ളൂ. ഇനിയിപ്പോൾ ജയ്ബ്രോന് നാളെ ഹെലികോപ്റ്റർ കയറ്റി വിടേണ്ടി വരും. ഇതേപോലെ കുറേ ഷോർട്ട് കട്ടുകൾ ഉണ്ട് കേട്ടോ. ആ ഷോർട്ട് കട്ട് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചേക്കണ കിലോമീറ്റർ ആവൂലട്ടാ. അവിടെ കട്ട് ചെയ്ത് കയറി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. രാവിലെ 4 മണിക്ക് തുടങ്ങിയ യാത്ര വൈകിട്ട് 4 മണിയായിട്ടാ ഗൈസ് സെറ്റ്. ഗൈസ് നമ്മുടെ ആ ജയ്ബ്രോനെ കയറ്റി വിടാൻ കുതിരയുടെ റേറ്റ് വെച്ചിട്ടാ 800 റുപ്പീസ്. പക്ഷേ ജയ്ബ്രോക്ക് സ്ട്രെയിറ്റ് നടന്ന് തന്നെ കയറണമെന്ന് വാശി. ഇവിടം വരെ വന്നിട്ട് തോറ്റ് കൊടുക്കരുതെന്നാണ് പറയണത്. അതുകൊണ്ട് നടന്ന് തന്നെ കയറാൻ തീരുമാനിച്ചിട്ടാ. വേണ്ട, ഇത് ശരിക്കുള്ള ട്രാക്കാണ്. ഇത് നമ്മ സീക്രട്ട് ട്രാക്കാണ്, കേദാർനാഥിലേക്കുള്ള ട്രക്കിങ്. ഇത് കിലോമീറ്റർ ലാഭിക്കാനും പെട്ടെന്ന് എത്താനും വേണ്ടിയുള്ള ട്രാക്കാണ്. അതേ നമ്മുടെ ടർബോയാണ്ട. ടർബോ ഓടി നടന്ന് കണ്ടുപിടിക്കണല്ല അവൻ. ഇപ്പം ഇവിടെയൊക്കെ പൊങ്ങുമ്പോൾ അവൻ ആ ഹെലിപ്പാഡിൻ്റെ അവിടെ പോയിട്ട് തിരിച്ചൊക്കെ വന്ന് അങ്ങനത്തെ മച്ചാനാണ് അവൻ. ഫുള്ള് ചാടിക്കണാണ് അവൻ. ഗൈസ് ഫസ്റ്റ് സ്നോഫോൾ കയറ്റി ഗൈസ്, പൊളിച്ച് ഗൈസ്. നമ്മ കയറിയില്ല, കയറുന്ന മുമ്പ് വരെ നമുക്ക് സ്നോഫോള്. അയ്യോ ടർബോ ഇപ്പൊ മൂടും. ഇവിടെയൊക്കെ ഫുള്ള് സ്നോ ആയിട്ടാ.
ഗൈസ് പൊളി പൊളി പൊളി. തണുത്ത് വിറക്കണ ഗൈസ്, തണുത്ത് കൈയൊക്കെ സീനായി ഗൈസ്. ഞങ്ങൾ എത്തിയിട്ടില്ലടാ, എത്താൻ പോണുള്ളൂ. ആ മലയും കൂടി കയറണം. ഈ മലയിൽ തന്നെ സ്നോഫോൾ അടിച്ച്, ഈ മല ഫുള്ളായിട്ട് ഇനി സ്നോ ആവുമെന്ന് എനിക്ക് തോന്നണം നാളെ ഇറങ്ങുമ്പോ. ഗൈസ് എൻ്റെ ലൈഫിലാ ഫസ്റ്റ് സ്നോഫോൾ ഇട്ടാ ഇത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മേളിൽ കയറി കഴിഞ്ഞാൽ ഐസി തൊടുവന്ന്. ഐസ് എന്നെ തൊട്ട് ഗൈസ്, പൊള്ളി. ഐസ് എന്നെ തൊട്ട്, എത്ര മുമ്പ് തന്നെ ഐസ് എന്നെ തൊട്ട് ഗൈസ്. കട്ടൻ ചായയും സ്നോഫോളും. സ്നോ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ കട്ടൻ അടിച്ചോളാം. ടർബോട് അയ്യോ സീ നോക്കി ഫുള്ള് കോടായിട്ടാ. വാവ്, എനിക്ക് സന്തോഷം കൊണ്ടില്ലേ, തുള്ളിച്ചാറൊന്നൊക്കെ ഉണ്ട്. പക്ഷേ ബ്രീത്തിങ്ങും കിട്ടുള്ള മൈനസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ കേട്ടാ. ഐസാണ് ഈ വീണോണ്ടിരിക്കണം, ഐസ്. എൻ്റെ പൊന്നിടാ, എന്നോട് എല്ലാവരും പറഞ്ഞ അകത്തേറിയിരിക്കുന്നു. എവിടെ അകത്തേറാൻ, നമ്മൾ കിട്ടിയാൽ മാത്രം. ഇത് ഫുള്ള് വെള്ളേക്കാൻ വേണ്ടി നോക്കണേ. എന്താ നാളത്തേക്ക് ഇവിടെ ഫുള്ള് സ്നോ ആകാൻ ചാൻസ് ഉണ്ട്. നാളെ ഇറങ്ങാൻ നേരത്ത് ടർബോന്റെ മേത്തൊക്കെ സ്നോ, എന്റെ മേത്ത് സ്നോ. ഗൈസ് ഗ്ലൗസ് ഇല്ലാണ്ട് പറ്റണ, കയ്യൊക്കെ വെറുതെ മരവിച്ചു പോയി. 200 രൂപ ഗ്ലൗസിന്. ഗൈസ് ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് സീനാണ്ട. ഇപ്പൊ ഒരു ഗ്ലൗസ് മേടിച്ച് 200 റുപ്പീസ്. പക്ഷെ എന്നിട്ടും കൈ റെഡിയാണല്ലോ, കൈ ഭയങ്കര ഇട്ടില്ലേ, എന്തൊക്കെ വലിച്ചെടുക്കണം. കിട്ടില്ലാൻ തണുപ്പുണ്ടാ, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. മസ്റ്റായിട്ട് ഗ്ലൗസ് എന്ന് പറയുമ്പോൾ നല്ല ഗ്ലൗസ് നോക്കി മേടിച്ചോട്ടാ. ഇപ്പോൾ ഇവിടെ ചൂട് പിടിക്കണുണ്ടപ്പോൾ കുറച്ചു നേരം കൈ ചൂടിൽ മുക്കാന്ന് വിചാരിച്ചു വന്നു. അയ്യോ ചൂട് വന്നില്ലല്ലോ ഇതില്. ഒരു രക്ഷയില്ലട്ടോ കൈസ്, ഒരു രക്ഷയില്ല. ഈ ചൂടില്ലായിരുന്നെങ്കിലേ പെട്ടുപോയനെ ഞാൻ. കൈസ് തണുപ്പത്ത് പറ്റുള്ള കൈസ് മുട്ട സീനായി. എല്ലാവർക്കും സിക്കായി, കയറി വന്ന എല്ലാവർക്കും സിക്കാൻ. പൊട്ടിക്കത്ത തണുപ്പ്. അയ്യോ, ചുറ്റുമുള്ള പല മലകളിലും സ്നോ ആണ്. സ്നോ കണ്ടപ്പോൾ ഞാൻ സന്തോഷിച്ചായിരുന്നു. എനിക്കിപ്പോൾ സംസാരിക്കാൻ പോലും പറ്റില്ല, ഓക്സിജൻ്റെ ചെറിയ പ്രോബ്ലം കിട്ടണമെന്നാണ്. അതെ ഇതിൻ്റെയൊക്കെ ചൂട് കൊണ്ടിരിക്കണേ. ജയ്ബ്രോ പുറത്തിരിക്കണ്ട്, ജയ്ബ്രോക്കും വയ്യ. അവർ രണ്ടുപേരും കയറി വന്നിട്ടില്ല. ഞങ്ങൾ കുറച്ച് ഓടി അങ്ങോട്ട് കയറിയിട്ട് ആകെ ഇടങ്ങേറായിപ്പോയി, സീനായിപ്പോയി. അയ്യോ എല്ലാവർക്കും സിക്കായി. അത് നല്ല തണുപ്പായതുകൊണ്ട് എല്ലാവർക്കും സിക്കായി. സോ ORS മേടിച്ചിട്ട്, ORS 50 രൂപ. ഗൈസ് അവസാനം സമയം കണ്ട 7 ആയപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടാ. കേദാർനാഥ് ബേസ് ക്യാമ്പ്. എൻ്റെ മുന്നിയുണ്ട്, അമ്പലത്തിലേക്ക് കുറച്ചും കൂടെ ഉണ്ട്. ബേസ് ക്യാമ്പിൽ എത്തിയെന്നായിരുന്നു. ഇവിടെ ഒരു റിസപ്ഷൻ കണ്ട്. ഗൈസ് എനിക്ക് വയ്യ ഗൈസ്, ഒടുക്കത്തെ തണുപ്പാണ്. നടന്നു കയറിയിട്ടില്ലേ, ശ്വാസം കിട്ടല. ORS ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ റൂം എടുത്തിട്ട് കൊണ്ടൊക്കെ കാണിച്ചു തരാട്ടാ. അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ നാളെ കാണിച്ചു തരാട്ടാ. അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എന്നെ കൊണ്ട് ഇന്ന് പറ്റൂല, ഞാൻ ടയേർഡാണ്. അങ്ങനെ ഗൗരികുണ്ടെന്ന് തുടങ്ങി യാത്ര ബേസ് ക്യാമ്പ് എത്തിയിരിക്കുകയാണ് കേദാർനാഥ്. ഇനി അമ്പലത്തിലേക്ക് ഒരു 3/4 കിലോമീറ്ററിന് അടുത്തുണ്ട് കേട്ടോ. അവിടെയാണ് നമുക്ക് റൂംസ് അവൈലബിൾ ആയിട്ടുള്ളത്. VIP റൂംസ്. VIP റൂംസിലെ മറ്റേ യൂറോപ്യൻ ക്ലോസറ്റ് ഉള്ളു. ഗൈസ് നമ്മൊരു ഗേറ്റിന് അവിടെ എത്തിയിട്ടാ. നല്ല തണുപ്പായതുകൊണ്ട് എല്ലാവരും വേണ്ട ചൂട് തീയുടെ അടി വന്നിരിക്കണേ. ഇവിടെ ചൂടുവെള്ളം കിട്ടും. 10 രൂപയാണ് 1 ലിറ്റർ പറയണത്. താഴത്തൊക്കെ ഒരു മിനറൽ വാട്ടറിന് 80 രൂപ ഉണ്ടാ. മേളിൽ കയറുമ്പോൾ പല സ്ഥലത്തും പല റേറ്റാണ്. മേളിൽ കയറും തോറും റേറ്റ് കൂടിക്കൊണ്ടിരിക്കൂടാ. ഗൈസ് ചൂടുവെള്ളം മേടിച്ചിട്ടാ. പിന്നെ ഇതെങ്ങാട്ടാ പോണേന്നറിയില്ല. അവിടെ ഒരു ഹോട്ടലൊക്കെ കാണുന്നുണ്ട്. ഹോട്ടലാണോ എന്നറിയില്ല. അപ്പോൾ ഇനി റൂമിൽ കണ്ടിട്ട് റൂമിൽ കയറിയിട്ട് കാണാട്ടാ. ഒട്ടും പറ്റണ, അതുകൊണ്ടാണ്. ഗൈസ് ഇവിടെ റൂം കിട്ടിയിട്ടാ. ഗൈസ് ഞങ്ങൾക്ക് കിട്ടിയ റൂം ഇതാണ്ട. 7 പേർക്ക് അടക്കാൻ പറ്റിയ റൂമാണ്. 7000 രൂപ. 8 രൂപ പറഞ്ഞ ആൾ 7 രൂപക്ക് ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പുറത്തെ റൂം നോക്കിയപ്പോൾ 10 രൂപ. പിന്നെ ഫ്രണ്ടിലൊരു റൂമുണ്ട്, അത് VIP റൂമാണ്. അത് നോക്കിയപ്പോൾ 12,000 അതിൻ്റെ മേളിലോട്ട്. അത് റൂം അവൈലബിൾ അല്ല. നമുക്ക് നല്ലൊരു റൂം, ബാത്റൂം, യൂറോപ്യൻ ക്ലോസറ്റ് ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ സെറ്റാക്കുന്നത് വെച്ചത്. എന്തായാലും നമുക്ക് പറഞ്ഞ പോലെ ഹോട്ട് വാട്ടർ എല്ലാം സംഭവം സെറ്റായിട്ടാണ് ഗൈസ്. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടോ. തലയൊക്കെ മുട്ടൻ വേദനയാണ് ഗൈസ്.
ഞങ്ങൾ കുറച്ച് ടാബ്ലറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് തണുപ്പാണ്. മഞ്ഞ വഴിക്ക് മറ്റേ കടകളുടെ ഫ്രണ്ടിലൊക്കെ ഇപ്പം തൈസാണ്. അയ്യോ എൻ്റെ പൊന്നെ, എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല. അത്ര തണുപ്പെന്ന് പറയില്ലേ. എല്ലാവരും പെട്ട് കയറി തന്നെ എല്ലാവരും ഡൗൺ ആയി പോണേണ്. അതെനിക്ക് എന്തോ ഒരു സീനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആകെ സീൻ എൻ്റെ ഹാർട്ടൊന്നും ഇടിക്കാതെ ഇടിച്ചിട്ട് ഇങ്ങനെ പോയി. അത്രക്ക് സീനായി പോയിടോ. ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ട്രക്ക് ഞാൻ ചെയ്തത്. ചിലപ്പോൾ അതിൻ്റേതായിരിക്കും. എന്തായാലും ഈ ഒരു ദിവസങ്ങളിൽ വന്നേക്കണ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിക്കട്ട. ഒറ്റക്കത്ത തണുപ്പാണ്. സ്നോഫോളും കിട്ടി നമുക്ക്. ഇനി രാവിലെ എണീക്കുമ്പോൾ ഞാൻ നമ്മുടെ അമ്പലത്തിൻ്റെ കാഴ്ചകളും ചുറ്റും മലകളും മഞ്ഞുകളൊക്കെ കാണിച്ചു തരാടാ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേ. ഞാൻ ചത്തിരിക്കണേ. ഇപ്പം ഇനി അമ്പലത്തിലൊന്ന് കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ കിടക്കണേ. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തണില്ല, കാരണം വയ്യ. ഫോണും കുത്തി വെക്കണം. ഫോണിലെ ചാർജൊക്കെ ഡെഡായി. അപ്പോൾ അത് അടുത്ത വീഡിയോയിലുണ്ടാവും. അടുത്ത വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് കാണണം. കേദാർനാഥ് ടെമ്പിളും ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും. അടിപൊളിയായിരിക്കും. അപ്പോൾ പക്ഷേ അവരെ ഇടങ്ങേറായി പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണത്. ചത്ത കോഴീനെ പോലെ ഇരിക്കണത്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ വെച്ചാൽ അവരെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കണേട്ടാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ. അടുത്ത വീഡിയോ കേദാർനാഥ് ഫുള്ളായിട്ട് കാണിക്കോട്ടെ. ഫസ്റ്റായിട്ട് കണ്ടോ, സൂപ്പറായിരിക്കും. പിന്നെ നമ്മുടെ ടാക്സി ചേട്ടൻ താഴ്ത്തിരിക്കണേണ്. പുള്ളീനെ വിളിച്ച് പറയണം. പുള്ളി ഇപ്പം ഇറങ്ങി വരുമെന്ന് വിചാരിച്ചിരിക്കണേ. പുള്ളീനെ അവിടെ തന്നെ ഒരു ദിവസം കൂടി സെറ്റാക്കണം. നമ്മുടെ ടാക്സി ബാഗില്ലേ, പുള്ളി നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ അവിടെയുള്ള നമ്മുടെ പേഴ്സ് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ, ക്യാമറ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെയാണ്. പിന്നെ 2 ഡ്രസ്സ് കുളിച്ച് മാറാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അമ്പലത്തിൽ വരണോണ്ട്. അപ്പോൾ അങ്ങനെ സെറ്റാക്കി ഉണ്ട്. പിന്നെ ബായിനെ വിളിച്ചിട്ട് ബായിനോട് പറയണം, ബായ് പെട്ടുപോയി, ബായ് ഐ ആം ട്രാപ്ഡ് എന്ന് പറയണം. അപ്പോൾ പക്ഷേ അവർ അടുത്ത വീഡിയോ കാണാം. ആദ്യം വലിച്ചേരി കൊളാക്കുള്ള. ബൈ. സബ്സ്ക്രൈബ് ഗൈസ്. ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് വേണ്ട, -6 വേണ്ട. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കേദാർനാഥ്.